ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും ഒരുപാട് ഐഡിയകൾ മനസ്സിലുണ്ടായിട്ടും നാലാളുടെ മുന്നിൽ സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഒന്ന് എണീറ്റ് നിന്ന് നാല് കാര്യങ്ങൾ മറ്റുള്ളവരുമായി സംവദിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന ആളുകൾ, അല്ല എങ്കിൽ പലപ്പോഴും അപമാനിക്കപ്പെടുന്ന ആളുകൾ, പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ എന്ന അനിവാര്യമായ ആ കഴിവില്ലാത്തത് കൊണ്ട് മാത്രം ജീവിതത്തിൽ മാറ്റി നിർത്തപ്പെട്ടവർ, അങ്ങനെ ആയിരക്കണക്കിന് വരുന്ന ആളുകളെ സഹായിക്കാൻ എന്ന ഉദ്ദേശത്താലാണ് അഡ്വാൻസ്ഡ് പബ്ലിക് സ്പീക്കിംഗ് കോഴ്സിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. കഴിഞ്ഞ എപ്പിസോഡ് കാണാത്ത ആളുകൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുകയാണ് എങ്കിൽ ഒന്നുകൂടി ഉപകാരപ്പെടും. അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പബ്ലിക് സ്പീക്കിങ്ങിന്റെ ഫൗണ്ടേഷനെ കുറിച്ചാണ് സംസാരിച്ചത്. ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ്ങിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രസംഗമെന്ന ഈ മഹത്തായ കലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പവർഫുൾ എലമെന്റായ 3 കാര്യങ്ങളെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ ശബ്ദം, അതിൻ്റെ വ്യതിയാനങ്ങൾ, അതുപോലെ നമ്മുടെ ബോഡി ലാംഗ്വേജ്. വലിയ വലിയ പ്രഭാഷകരുടെ, പബ്ലിക് സ്പീക്കേഴ്സിന്റെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അവരവരുടെ ശബ്ദത്തെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അവരുടെ ശബ്ദം, ആ ശബ്ദത്തിൻ്റെ ടോൺ, അവരുടെ ബോഡി ലാംഗ്വേജ് എല്ലാമാണ് അവരുടെ ആ പ്രഭാഷണത്തെ ഒരു സംസാരം എന്നതിലുപരി ഒരു പ്രഭാഷണമാക്കി മാറ്റുന്നത്. ഒരു പേപ്പറിൽ എഴുതി വായിക്കുന്നത് പോലെ ഒരേ ടോണിൽ നാം സംസാരിക്കുകയാണ് എങ്കിൽ, ഒരു വികാരവുമില്ലാതെ വൈകാരികമായ ഒരു വേലിയേറ്റം ഒന്നുമില്ലാതെ നാം സംസാരിക്കുകയാണ് എങ്കിൽ നമ്മുടെ മുന്നിലുള്ള പ്രേക്ഷകരെ, നമ്മുടെ ഓഡിയൻസുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ വിച്ഛേദിക്കാൻ അത് കാരണമാകും. അതുകൊണ്ട് നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ശബ്ദവും അതിൻ്റെ വേരിയേഷനുകളുമൊക്കെ നാം കൃത്യമായി ശ്രദ്ധിക്കണം. ഒരു കാര്യത്തെ ഉറച്ചു പറയുന്നതിന് വേണ്ടി സ്ലോ ആയി പറയുകയും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നതിൽ വളരെ പെട്ടെന്ന് ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് ത്വരിതഗതിയിൽ അതിനെ പറയുകയും ചെയ്യുക. നമ്മളൊരു കാര്യം ഊന്നി പറയുന്നതിന് വേണ്ടി അല്പം പോസ് ചെയ്തുകൊണ്ട് നമ്മുടെ ശബ്ദത്തെ ഒന്ന് കുറച്ചുകൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്യപ്പെടുന്നതിന് വേണ്ടി ആ വാക്കുകളെ നാം ശ്രദ്ധിച്ചു സംസാരിക്കുക. എന്നാൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും പറയുകയാണ് എങ്കിൽ അല്പം സ്പീഡ് കൂട്ടിക്കൊണ്ട്, അല്പം ആ ശബ്ദം ഉയർത്തിക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെയാകുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്ക് അതിൻ്റെ യഥാർത്ഥ മെസ്സേജ് ഉൾക്കൊള്ളാൻ കഴിയും. നാം ഏത് മെസ്സേജാണോ ആളുകളോട്, ഏത് ഐഡിയയാണോ നാം ആളുകളോട് സംസാരിക്കുന്നത്, അത് കൃത്യമായി അവർക്ക് നോട്ട് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളിൽ അവരുടെ ബ്രെയിനിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിന് വേണ്ടി നാം കൃത്യമായി കാര്യങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ശബ്ദത്തിൻ്റെ വ്യതിയാനങ്ങളെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ നാം ഉപയോഗിക്കുന്ന ശബ്ദത്തിൻ്റെ അളവിനെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് നാം ഉപയോഗിക്കുന്ന ടോൺ. നാം ഉപയോഗിക്കുന്ന ഒരു വാക്ക് അത് വ്യത്യസ്തമായ ടോണിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം വരെ മാറിപ്പോകുന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നാം എക്സൈറ്റഡ് ആയി സംസാരിക്കുമ്പോൾ നമ്മൾ നല്ല എനർജറ്റിക് ആണ്, അങ്ങത്തരത്തിലുള്ള ഒരു കാര്യമാണ് നാം പറയുന്നത് എന്ന് ഓഡിയൻസിന് ബോധ്യപ്പെടുകയും, വളരെ സീരിയസ് ആയി ഒരു കാര്യം പറയുമ്പോൾ ജനങ്ങൾക്ക്, നമ്മുടെ മുന്നിലുള്ള ഓഡിയൻസിന് അത് ബോധ്യപ്പെടും ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന്. അങ്ങനെ നമ്മുടെ മെസ്സേജുമായി, നാം പകർന്നു നൽകാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുമായി, നമ്മുടെ ഐഡിയകളുമായി നാം അതിനെ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ ശബ്ദത്തിൻ്റെ അളവും അതിൻ്റെ ടോണുമെല്ലാം അതിനോട് മാച്ചായിരിക്കണം. എങ്കിൽ മാത്രമേ നാം അവതരിപ്പിക്കുന്ന വിഷയത്തെ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ നമ്മുടെ ശബ്ദത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് നമ്മുടെ ബോഡി ലാംഗ്വേജ്. നമുക്കറിയാം, നാം സംസാരിച്ചു തുടങ്ങുന്നതിന് മുന്നേ സംസാരിക്കുന്നതാണ് നമ്മുടെ കണ്ണും നമ്മുടെ ബോഡി ലാംഗ്വേജും നമ്മുടെ മറ്റുള്ള കാര്യങ്ങളുമെല്ലാം. നാം വാക്കുകൾ പുറത്തേക്ക് പോകുന്നതിന് മുന്നേ നാം എങ്ങനെയുള്ള ആളാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒന്നാണ് ഈ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ നല്ല കോൺഫിഡൻസോട് കൂടിയാണ്
പറയുന്നത് എങ്കിൽ ആളുകൾക്ക് അത് വിശ്വാസം വരികയും ഒരു ഓതന്റിക്കായ രീതിയിൽ ഉള്ള ഫീൽ വരികയും ചെയ്യും. അതുകൊണ്ട് നാം പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ നല്ല കോൺഫിഡൻസോടുകൂടി ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് എന്ന് സദസ്സിനെ ബോധ്യപ്പെടുത്തക്ക രീതിയിൽ നമ്മൾ നല്ല കോൺഫിഡൻസോടുകൂടി തല ഉയർത്തി പിടിച്ചുകൊണ്ട് നിൽക്കണം. അത് നമ്മുടെ കണ്ണിന്റെ ചലനങ്ങൾ, അത് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയേക്കാൾ വാക്കുകളേക്കാൾ അത് ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ കണ്ണും നമ്മുടെ മുഖവും നമ്മുടെ ഫേസിലെ എക്സ്പ്രഷനുമെല്ലാം വാക്കുകളേക്കാൾ പവർഫുള്ളായി ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്ന് നാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഒരു കോൺഫിഡൻസ് ഉള്ള ബോഡി ലാംഗ്വേജോടുകൂടി നാം ആളുകളെ സമീപിക്കുകയും പറയുന്ന കാര്യങ്ങൾ കോൺഫിഡൻസോടുകൂടി പറയുകയും നോക്കേണ്ട സ്ഥലത്തേക്ക് നോക്കുകയും ജനങ്ങൾ അവരുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് വ്യത്യസ്തമായ ആളുകളെ അങ്ങനെ നോക്കി നോക്കി എല്ലാവരുമായി വ്യക്തിപരമായി സംസാരിക്കുന്നു എന്ന ഒരു ഫീൽ ജനിപ്പിക്കുകയും ചെയ്യണം. നമ്മുടെ ഈ ബോഡി ലാംഗ്വേജ് ശരീരഭാഷയിലൂടെ നമ്മുടെ ഐ കോണ്ടാക്റ്റും കൈകളുടെ ചലനങ്ങളുമെല്ലാം ആംഗ്യങ്ങളുമെല്ലാം കൃത്യമായി നമ്മുടെ മെസ്സേജിനോട് സ്യൂട്ടായിക്കൊണ്ട് നാം നൽകുന്ന മെസ്സേജിനോട് താരതമ്യപ്പെട്ടുകൊണ്ട് പോകുമ്പോഴാണ് നമ്മൾ ഒരു യഥാർത്ഥ പ്രഭാഷകനായി മാറുക. അത് ജനങ്ങളിൽ കൂടുതൽ വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയും നാം പറയുന്നതിന് നല്ല കോൺഫിഡൻറ്റോടുകൂടിയാണ് നാം സംസാരിക്കുന്നത് എന്ന ഒരു ബോധം അവരിൽ ജനിപ്പിക്കാനും കഴിയുമ്പോഴാണ് നാം നൽകുന്ന മെസ്സേജ്, നാം പറയുന്ന കാര്യങ്ങൾ അവർക്ക് കൃത്യമായി ബോധ്യപ്പെടുകയും അതൊരു വിശ്വാസത്തോടു കൂടി അവർ സ്വീകരിക്കുകയും ഒരു ഓതന്റിക്കായ വ്യക്തിയിൽ നിന്നാണ് ഇത് കേൾക്കുന്നത് എന്ന ഒരു ബോധം അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വളരുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു നല്ല പ്രഭാഷകനായി മാറുന്നത്. നാം ഡെലിവർ ചെയ്യുന്ന പ്രഭാഷണത്തെ ആളുകൾ കൃത്യമായി സ്വീകരിക്കുന്നത്. സാധാരണഗതിയിൽ ആളുകൾ പ്രസംഗത്തിൽ പബ്ലിക് സ്പീക്കിങ്ങിൽ പരാജയപ്പെട്ടു പോകാൻ സ്ഥിരമായി കണ്ടുവരാറുള്ള കുറെ മിസ്റ്റേക്കുകളുണ്ട്. കൈകൾ ക്രോസ്ഡായി വെച്ചുകൊണ്ട് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജോട് കൂടി നിൽക്കുകയും ശബ്ദത്തിൽ ആവശ്യമായിട്ടുള്ള വ്യതിയാനങ്ങളിൽ ശ്രദ്ധിക്കാതെ വരികയും അനാവശ്യമായി എവിടെയെങ്കിലും അങ്ങനെ നോക്കിക്കൊണ്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രഭാഷണങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത്. ഇതൊരു കോമൺ മിസ്റ്റേക്സ് ആണ്. അതുപോലെ നമ്മുടെ ഗസ്റ്റേഴ്സ്, നമ്മുടെ അംഗചലനങ്ങൾ ഒരു നെർവസിന്റെ രീതിയിൽ വരികയും നെർവസിനെ കാണിക്കുന്ന രീതിയിലുള്ള അംഗചലനങ്ങളും അതിന്റെ വേഗതയുമെല്ലാം സംഭവിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രഭാഷണങ്ങൾ പരാജയപ്പെട്ടു പോകുന്നത്. കൃത്യമായി നമ്മുടെ ബോഡി ലാംഗ്വേജിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു മിററിന് മുന്നിൽ നിന്നുകൊണ്ട് നാം സംസാരിക്കുകയും നമ്മുടെ ആംഗ്യങ്ങളെ നാം ശ്രദ്ധിക്കുകയും നമ്മുടെ കണ്ണുകളെയും നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനെയും ഒക്കെ നാം ശ്രദ്ധിക്കുകയും സഭാകമ്പത്തിന്റെ സാധ്യതകൾ വിളിച്ചറിയിക്കുന്ന ഒരു ആംഗ്യവും നമ്മുടെ പ്രഭാഷണ സമയങ്ങളിൽ നാം സംസാരിക്കുമ്പോൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇതൊരു പ്രാക്ടീസായി നാം ചെയ്ത് നാം കണ്ടെത്തി തിരുത്തി വീണ്ടും ചെയ്ത് വീണ്ടും തെറ്റുകൾ കണ്ടെത്തി തിരുത്തിക്കൊണ്ടായിരിക്കണം നാം മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ നമ്മൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ക്ലാസുകൾ കേട്ടത് കൊണ്ട് നമുക്ക് ഒരിക്കലും ഡെവലപ്പ് വരാൻ സാധ്യതയില്ല. പകരം നാം ഒരു കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയും നമ്മുടെ മുഖത്തേക്ക് നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുകയും വന്നുകൊണ്ടിരിക്കുന്ന തെറ്റുകളെ മനസ്സിലാക്കുകയും അതിനെ തിരുത്തുകയും ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ബോഡി ലാംഗ്വേജ് നന്നാക്കുന്നതോടൊപ്പം നമ്മുടെ ശബ്ദ വ്യതിയാനങ്ങളും നാം ഉപയോഗിക്കുന്ന വോള്യവും ഒക്കെ കൃത്യമായി അറിയുന്നതിന് വേണ്ടി നമ്മുടെ മൊബൈലിലെ വോയിസ് റെക്കോർഡ് ഉപയോഗിച്ചുകൊണ്ട് നാം തന്നെ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യുകയും അതിൽ നാം ഉപയോഗിക്കുന്ന വാക്കുകളും ആ വാക്കുകളുടെ ഘനവും അതിൻ്റെ ഘടനയും ഒക്കെ നാം തിരിച്ചറിയുകയും നാം പറയുന്ന മെസ്സേജിന്റെ വാക്കുകളുടെ ആ പ്രഭാഷണത്തിന്റെ മുഴുവൻ ഇമോഷനോടുകൂടി കണക്റ്റ് ആയിക്കൊണ്ടായിരിക്കണം നമ്മുടെ ശബ്ദത്തിന്റെ വ്യതിയാനവും അതിൻ്റെ ചലനവുമെല്ലാം എന്ന് നാം തീർച്ചപ്പെടുത്തിക്കൊണ്ട്
റെക്കോർഡ് ചെയ്ത് വീണ്ടും കേട്ട് ഞാൻ ആ പറഞ്ഞത് ആ ഇമോഷനോട് കൂടി അതിന്റെ യഥാർത്ഥ വാക്കർത്ഥത്തിനോട് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എൻ്റെ ശബ്ദത്തിൽ ആ ഇമോഷൻ വരുന്നുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് നാം വീണ്ടും തിരുത്തി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നല്ല ഒരു ശബ്ദത്തോടു കൂടി ആവശ്യമായ രീതിയിൽ അതിൻ്റെ ടോണും എല്ലാം ചിട്ടപ്പെടുത്തിക്കൊണ്ട് ഒരു വോയിസ് മോഡുലേഷൻ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നല്ല ബോഡി ലാംഗ്വേജോടുകൂടി നല്ല ശരീരഭാഷയോടുകൂടി സദസ്സിനെ അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയുക. അതുകൊണ്ട് ഇത്തരം പ്രാക്ടീസുകൾ നാം കൃത്യമായി ചെയ്ത് നിരന്തരമായി ചെയ്തുകൊണ്ട് അതിലെ തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്കും നല്ല ഒരു സക്സസ് ആയിട്ടുള്ള പബ്ലിക് സ്പീക്കറായി മാറാൻ കഴിയും എന്നതിൽ യാതൊരു തർക്കവുമില്ല. പബ്ലിക് സ്പീക്കിങ്ങിന്റെ 3ാമത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുക. അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 3ാമത്തെ എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.